നമസ്കാരം. കരിങ്കുന്നം സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് ബാറ്ററി ഇല്ലാത്ത ഓഫ് ഗ്രിഡ് സോളാർ. അതെന്താണ് അതിൻ്റെ പ്രവർത്തനം, അതേപോലെ അത് ലാഭകരമോ നഷ്ടമാണോ, എന്താണ് അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ നിരവധി നമ്മളുടെ സുഹൃത്തുക്കളും അതേപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സും അതേപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഒക്കെ ആയിട്ടുള്ള ആളുകൾ, നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ ഒക്കെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് മെസ്സേജ് വിട്ട ഒരു കാര്യമാണ് ഈ ബാറ്ററി ഇല്ലാത്ത ഓഫ് ഗ്രിഡ് സോളാറിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്, എങ്ങനെയാണ്, അവർക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ടാണ് ഇവരെല്ലാവരും നമ്മളോട് മെസ്സേജ് വിട്ടിങ്ങനെ നിരന്തരമായിട്ട് ഇതിനെപ്പറ്റി ചോദിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് പ്രധാനമായിട്ടുള്ള ഒരു കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഓഫ് ഗ്രിഡ് സോളാർ, ഓൺ ഗ്രിഡ് സോളാർ, ഇത് രണ്ടിനെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പക്ഷേ ബാറ്ററി ഇല്ലാത്ത ഓഫ് ഗ്രിഡ് സോളാർ എന്ന് പറയുമ്പോൾ അത് എന്താണ് എന്നുള്ളത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇതിനകത്ത് ബാറ്ററി ഇല്ല എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷേ ഇതിനെ ഓഫ് ഗ്രിഡ് സോളാർ എന്ന് നമുക്ക് വിളിക്കാൻ വേണ്ടി പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ശരിക്കും വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഗ്രിഡുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ട്, അതായത് നമ്മുടെ KSEB ലൈനിൽ നിന്ന് വരുന്ന ആ സപ്ലൈ, അതേപോലെ തന്നെ നമ്മൾ വെച്ചിരിക്കുന്ന നമ്മുടെ സോളാർ പാനൽ, ഈ സോളാർ പാനലിൽ നിന്നും വരുന്ന സപ്ലൈയിൽ കുറവുണ്ടാകുന്ന സമയത്ത് ഗ്രിഡിൽ നിന്നും ഷെയർ ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അത് എത്രമാത്രം കൃത്യതയോടുകൂടി ഇതിൻ്റെ ഷെയറിങ്ങും കാര്യങ്ങളും നടക്കുമെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാനൊന്നും പറ്റില്ല. പക്ഷേ എങ്കിലും അത് ഷെയറിങ് നടക്കുന്നുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ അകത്തെ ഉള്ളൊരു സംഭവം. അതിപ്പം ഇവിടെ ഇത് ഈ നമ്മുടെ കേരളത്തിൽ മാത്രമുള്ള ഒരു സംഗതിയല്ല, ഇത് ഓൾ വേൾഡിൽ, അതായത് ഇപ്പം അമേരിക്കയിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും ഒക്കെ ഇങ്ങനൊരു സംഭവം ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഈ ഗ്രിഡുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ട് നമ്മളുടെ എനർജി ഉപയോഗിക്കുന്ന ഒരു സംവിധാനം അവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനവുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് ശരിക്കും കുറേ പാനലുകൾ വെച്ചിട്ട്, അതായത് ഒരു പാനൽ ഇപ്പോൾ 550 വാട്ട്സിൻ്റെ ഒക്കെ ഒരു പാനലുകൾ വെച്ചിട്ടൊന്നും നമുക്കിത് ഉപയോഗിക്കാനായിട്ടോ അല്ലെങ്കിൽ ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഏതായാലും കറക്റ്റായിട്ട് ഇത് വർക്ക് ചെയ്യത്തില്ല. അപ്പം ഹൈ വോൾട്ടേജാണ് ഇത് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കുറേ കൂടുതൽ പാനലുകൾ സീരിയലായിട്ട് കണക്ട് ചെയ്തിട്ട് അതിൽ നിന്നും വരുന്ന ഹൈ ആയിട്ടുള്ള വോൾട്ടേജ് DC ആയിരിക്കും വരുന്നത്. പക്ഷേ ഹൈ വോൾട്ടേജ് DC നമ്മൾ ഒരു ഇൻവെർട്ടറിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ആ ഇൻവെർട്ടറിലേക്ക് തന്നെ നമ്മൾ AC കണക്ഷൻ, അതായത് നമ്മുടെ KSEB എന്നുള്ള ലൈനിൽ നിന്നുള്ള കണക്ഷനും കണക്ട് ചെയ്തിടും. അതിനുശേഷം അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഔട്ട്പുട്ടിലേക്ക് ഇത് ഷെയർ ചെയ്തുകൊണ്ട് പാനലിൽ നിന്ന് വരുന്ന വോൾട്ടേജ് നമുക്ക് കുറവ് വരും. അതായത് നമുക്കിപ്പം ഈ മേഘമോ അതുപോലെ വരുമ്പോഴോ, അതും അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരമൊക്കെ കുറവായിരിക്കും നമുക്ക് ഈ പാനലിൽ നിന്നും വരുന്ന ഔട്ട്പുട്ട്. അപ്പോൾ അങ്ങനെ ഔട്ട്പുട്ട് കുറയുന്ന സാഹചര്യത്തിൽ നമുക്ക് KSEBിൽ നിന്നും അത് ആവശ്യമുള്ളത് എടുക്കും. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് നല്ല കൃത്യമായിട്ട് തന്നെ 220 വോൾട്ടിൽ തന്നെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഹൈ വാട്ടിൽ ഉള്ള ഉപയോഗം ഇതിന് നടക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം. ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ ഇപ്പം ഞാൻ ഈ പറഞ്ഞതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് കറണ്ട് ഇല്ലെങ്കിലും നമുക്ക് ഇതിൽ നിന്നുള്ള ഔട്ട്പുട്ട് കിട്ടും. അങ്ങനെയാണ് ഇതിൻ്റെ കറണ്ട് ഇല്ലെങ്കിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ബാറ്ററിയിൽ നിന്നല്ല കിട്ടുന്നത്, നമുക്ക് പകൽ സമയത്ത് മാത്രമേ എൻ്റെ ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ടും കട്ടായിപ്പോൾ, അപ്പം ബാറ്ററിയില്ലല്ലോ. അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം. അപ്പോൾ ഇത് നല്ലതാണോ മോശമാണോ, എന്താണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ പാനലുകൾ സീരിയലായിട്ട് കണക്ഷൻ കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ വളരെ അധികം, അത് 5, 6, 7, 8, 10 പാനലുകൾ നമ്മൾ സീരിയലായിട്ട് കണക്ഷൻ കൊടുത്തതിന് ശേഷമാണ് ഇതിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ ഹൈ വോൾട്ടേജ് കിട്ടുന്നതിന് വേണ്ടിയാണ്, അതായത് ഇങ്ങനെ ഈ സീരിയൽ കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും പാനലുകൾ നമ്മൾ സീരിയലായിട്ട് കണക്ഷൻ കൊടുക്കുമ്പോൾ തന്നെ ഈ പാനലുകൾക്ക് കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസ് വളരെ നന്നായിട്ടുണ്ട്. കാരണം നമ്മൾ ഈ പാനലുകൾ ഏതൊരു സോളാർ പാനൽ തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളത് സീരിയൽ കണക്ഷനായിട്ട് ഒരുപാട് പാനലുകൾ പിടിപ്പിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു സെല്ലിൽ, ഇപ്പം നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു 5, 6 പാനലുകൾ നമ്മൾ സീരിയലായിട്ട് എടുത്തിട്ട് അതിൽ ഒരു പാനലിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം വെച്ച് നമ്മൾ മൂടി വെക്കുകയാണെങ്കിൽ ഹൈ പ്രൊഡക്ഷൻ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ റെസിസ്റ്റൻസിനകത്ത് വ്യത്യാസം വരും. അതായത് ആ ഒരു പാനലിൽ മാത്രം ഉള്ള റെസിസ്റ്റൻസിനകത്ത് വ്യത്യാസം വരും. ആ പാനൽ എല്ലാം അതിനകത്തുള്ള സെല്ലുകളൊക്കെ കരിഞ്ഞു പോകാനായിട്ടും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ സീരിയലായിട്ട് നമ്മൾ കണക്ഷൻ കൊടുത്തു കഴിയുമ്പോൾ അങ്ങനെ ഒരു റിസ്ക് അതിനകത്തുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഒന്ന്, അങ്ങനെ ഒരു വിഷയമാണ് അതിനകത്ത് വരുന്നത്. രണ്ടാമത് വരുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇതിപ്പം നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ഒരു 5 കിലോ വാട്ടിൻ്റെ ഒരു സിസ്റ്റം, അതായത് 5000 വാട്ടിൻ്റെ ഒരു സിസ്റ്റമാണ് നമ്മളിത് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കുക. നമ്മുടെ വീട്ടിൽ നമ്മൾ പകൽ സമയത്ത് ഉപയോഗിക്കുന്നത് ഒരു 1000 വാട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നും നമ്മൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 5 കിലോ വാട്ട് സിസ്റ്റം ഇരിക്കുന്നു, 1000 വാട്ട് നമ്മൾ ഉപയോഗിക്കുന്നു, ബാക്കി 4000 വാട്ട്സ് അവിടെ മിച്ചം വരികയാണ്. അപ്പോൾ ഈ 4000 വാട്ട്സ് മിച്ചം വരുന്നത് നമുക്ക് KSEB ലൈനിലേക്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ അതിനകത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ 4000 വാട്ട്സും വെറുതെ പാഴായി പോകുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു ഡ്രോബാക്ക്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബാറ്ററിയിലേക്ക് വേണമെങ്കിൽ ആ വരുന്ന സപ്ലൈ നമുക്ക് ശേഖരിക്കാം. പക്ഷേ നമ്മുടെ വീട്ടിൽ 1, 2 ബാറ്ററികൾ വെച്ചാലും അതിനകത്ത് ശേഖരിക്കാൻ എന്തുമാത്രം സാധിക്കും? കുറച്ചല്ലേ നമുക്ക് അതിനകത്ത് ശേഖരിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പം ബാക്കി വരുന്ന എനർജി മുഴുവനും നമുക്ക് വെറുതെ വേസ്റ്റായി പോകും എന്നുള്ളതാണ് അതിനകത്ത് വരുന്നൊരു പ്രശ്നം.
അപ്പോൾ നമുക്ക് KSE-ബിയിലേക്ക്, അതായത് നമ്മുടെ ഓൺ ഗ്രിഡ് സാധാരണ മറ്റ് ഓൺ ഗ്രിഡ് ആണെങ്കിൽ നമുക്കിത് KSE-ബിയിലേക്ക് നമുക്ക് ആ മിച്ചം വരുന്ന സപ്ലൈ നമുക്ക് കടത്തി വിടാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ അതിനകത്ത് KSE-ബിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റേറ്റൊക്കെ ചിലപ്പോൾ കുറവൊക്കെ ആയിരിക്കും. എന്നാൽ പോലും നമ്മൾ വെറുതെ കളയേണ്ട കാര്യമില്ല. ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും നമുക്കത് KSE-ബിയിലേക്ക് അത് വിൽക്കാനായിട്ട് പറ്റും, സാധാരണ ഓൺ ഗ്രിഡിലാണെങ്കിൽ. അതേപോലെ തന്നെ മറ്റൊരു വിഷയമുള്ളതെന്ന് വെച്ചാൽ നമുക്കിതിനകത്ത് ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് തന്നെ നൈറ്റിൽ ഉപയോഗിക്കാൻ വേണ്ടി അല്ലെങ്കിൽ രാത്രിയിൽ ഉപയോഗിക്കാൻ വേണ്ടി എന്താണെങ്കിലും നമ്മൾ ഇൻവെർട്ടറും ബാറ്ററിയും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വീട്ടിൽ നമുക്ക് മേടിച്ച് വെച്ചേ പറ്റൂ. അല്ലാതെ നമുക്ക് നൈറ്റിലേക്ക് സപ്ലൈ ഒരിക്കലും ഇതിൽ നിന്നും ലഭിക്കില്ല. ഇത്രയും നമ്മൾ പൈസയൊക്കെ മുടക്കി ഇതെല്ലാം ചെയ്തു വെച്ചാൽ നമുക്ക് രാത്രി ഉപയോഗം നടക്കണമെങ്കിൽ ബാറ്ററിയും മറ്റ് സിസ്റ്റങ്ങളും നമ്മൾ വേറെ മേടിച്ച് വെക്കേണ്ടതായിട്ട്, വേറെ അഡീഷണൽ പൈസ അതിന് വേണ്ടി മുടക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രശ്നം. അപ്പോൾ നമുക്ക് KSE-ബിയുടെ ഓൺ ഗ്രിഡിൽ വരുന്ന ആ സിസ്റ്റമാണോ അതോ നമ്മൾ ഈ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മളുടെ ഈ ബാറ്ററി ഇല്ലാത്ത ഇൻവെർട്ടർ യൂണിറ്റ് അല്ലെങ്കിൽ ഇൻവെർട്ടർ സോളാറാണോ ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും പറയും KSE-ബിയുടെ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിലേക്ക് നമ്മൾ പോകുന്നത് തന്നെയായിരിക്കും ആ ഒരു രീതി നോക്കുകയാണെങ്കിൽ നമുക്ക് ഓപ്ഷനിൽ ഏറ്റവും ബെറ്റർ. കാരണം നമുക്കതിനകത്ത് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതുകൊണ്ട് നമുക്ക് മിച്ചം വരുന്ന കറണ്ട് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഉപയോഗിച്ചതിന് ശേഷം മിച്ചം വരെ നമുക്ക് KSE-ബിയിലേക്ക് വിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ KSE-ബിയിലേക്ക് കടത്തി വിടാൻ വേണ്ടി സാധിക്കും. നമുക്ക് ആവശ്യമുള്ള അത്രയും എനർജി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം നമുക്കുള്ളപ്പോൾ നമ്മൾ ഈ ഓഫ് ഗ്രിഡിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ബാറ്ററി ഇല്ലാത്ത ഓഫ് ഗ്രിഡ് എന്ന് പറഞ്ഞ സിസ്റ്റത്തിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ വ്യക്തമായിട്ടുള്ളൊരു അഭിപ്രായം. അപ്പോൾ ഇങ്ങനെ ഒരു അഭിപ്രായം ഉള്ളതുകൊണ്ടും അതുപോലെ തന്നെ ഇതിനകത്ത് ഇത്രയും വിവിധങ്ങളായിട്ടുള്ള ഡ്രോബാക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ സിസ്റ്റത്തിനെ പറ്റി നമ്മൾ സോളാറുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വീഡിയോകൾ ചെയ്തെങ്കിലും അതിനകത്തൊന്നും ഞാൻ പറയാതിരുന്നതിൻ്റെ കാരണം ഇത് നമ്മളൊരു ഒരു സിസ്റ്റമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു സിസ്റ്റമായിട്ട് നമ്മളിത് എടുത്തിട്ടേ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ എടുക്കാത്തത്. പക്ഷേ എങ്കിലും ഒത്തിരി ആളുകൾ എവിടെന്നെങ്കിലും നെറ്റിൽ നിന്നും അവിടെ നിന്നൊക്കെ കണ്ടിട്ട് നമ്മളായിട്ട് നിരന്തരമായിട്ട് കോൺടാക്ട് ചെയ്യുകയാണ്. ഇങ്ങനെയൊരു സംഭവമുണ്ട്, ഇത് വലിയ ലാഭകരമല്ലേ, ബാറ്ററി പോകുന്നുള്ളതാണല്ലോ നമ്മുടെ ഓഫ് ഗ്രിഡിലുള്ള പ്രശ്നം. അപ്പോൾ അത് ഒഴിവായിക്കൊണ്ട് ബാറ്ററി ഇല്ലാത്തൊരു ഓഫ് ഗ്രിഡ് എന്ന് പറയുമ്പോൾ അത് വലിയ പ്രയോജനമുള്ളൊരു സംഭവമല്ലേ. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങളൊരു വീഡിയോ ചെയ്യൂ, എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനെ പ്രൊമോട്ട് ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ച് നിരവധിയായിട്ടുള്ള കസ്റ്റമേഴ്സ് എൻ്റെ അടുക്കൽ ഫോൺ ചെയ്യുകയും വാട്സാപ്പിൽ മെസ്സേജ് വിടുകയും ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ വന്നതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരുന്ന ഒരു വീഡിയോ അല്ല, ഇങ്ങനെ ഒരു പ്രശ്നം വന്നതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. കുറച്ച് മെസ്സേജുകൾക്കുള്ള മറുപടിയും കൂടിയാണ് നമ്മൾ ചെയ്യുന്ന ഈ വീഡിയോ എന്ന് കണക്കാക്കിയാൽ മതി. പിന്നെ അതേപോലെ തന്നെ ഇതെന്തിനാണ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഏതെങ്കിലും ഉൾപ്രദേശങ്ങളിലൊക്കെ, ഇപ്പം മറ്റ് രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഏതെങ്കിലും ഉൾപ്രദേശങ്ങളിലൊക്കെ നമുക്ക് KSE-ബിയുടെ അല്ലെങ്കിൽ കറണ്ടൊന്നും എത്തിപ്പെടാത്ത സ്ഥലങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ, അതായത് ഹൈ ലോഡ് വർക്ക് ചെയ്യിപ്പിക്കേണ്ടൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ ഒരേ രീതിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് എന്തെങ്കിലും ഒരു ഹൈ ലോഡ് വർക്ക് ചെയ്യിപ്പിക്കണം, നൈറ്റ് ആയ പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുള്ള ചില സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മോട്ടർ അടിക്കുന്ന ഒരു സംഭവത്തിനൊക്കെയാണ് ഇതിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് അതിനുള്ള സംവിധാനം വേറെ വരുന്നുണ്ട്. മോട്ടോർ അതായത് സോളാറിൽ തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള മോട്ടറുകളും BLDCയുടെ പ്രത്യേകതരം മോട്ടറുകളും അങ്ങനെയുള്ള സംവിധാനങ്ങളും അങ്ങനെ വേറെ യൂണിറ്റായിട്ട് തന്നെ അത് വേറെ വരുന്നുണ്ട്. അതിന് ഇത്രയും പാനലുകളുടെ എണ്ണമൊന്നും നമുക്ക് ആവശ്യമില്ല. ഒരു 2 പാനലോ അല്ലെങ്കിൽ 4 പാനലോ ഒക്കെ വെച്ചിട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള സിസ്റ്റങ്ങൾ വരുന്നുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെയും മോട്ടോർ അടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കും ഇതിൻ്റെ ഒരു അത്യാവശ്യം നമുക്ക് വരുന്നില്ല. അപ്പോൾ ഇത് ശരിക്കും ഇങ്ങനെ ഈ ഉൾപ്രദേശങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം വളരെ അപൂർവമായിട്ടുള്ള ചില കേസിന് വേണ്ടി മാത്രമേ ഇതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നുള്ളൂ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നമ്മുടെ വീടുകൾക്കൊന്നും വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കിത് ലാഭകരമായിരിക്കില്ല, ഭയങ്കര നഷ്ടമായിരിക്കും ഉണ്ടാകുക. വീടുകൾക്കൊന്നും ഒരിക്കലും ഉപയോഗിക്കാൻ ഒരു കാരണവശാലും സാധിക്കില്ല. പിന്നെ AC ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതിനകത്ത് പ്രശ്നം നമുക്ക് ഒരേ ലോഡ് അല്ലല്ലോ എല്ലാ സമയത്തും. നമ്മളിപ്പോൾ എത്രമാത്രം ലോഡ് ഉപയോഗിക്കും നമുക്കൊന്നും കൃത്യം പറയാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ലോഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കൃത്യമായിട്ട് നമുക്കത് കണക്ട് ചെയ്തത് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ലോഡ് എപ്പോഴും മാറി മറിഞ്ഞ് കുറഞ്ഞും കൂടിയും ഒക്കെ ഇരിക്കും. അതുകൊണ്ട് ഒരു തരത്തിലും നമുക്കത് സാധാരണ വീടുകൾക്കൊന്നും എന്താണെങ്കിലും ഒരു തരത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഓഫീസുകൾക്കൊക്കെ ആണെങ്കിലും ബുദ്ധിമുട്ടാണ്. അവർക്കൊക്കെ ആണെങ്കിലും ഈ ഓൺ ഗ്രിഡ് തന്നെ സാധാരണ KSE-ബി വിൽക്കുന്ന ആ ഓൺ ഗ്രിഡ് തന്നെ ചെയ്യുന്നതാണ് ഇതിനെക്കാട്ടും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എനിക്ക് തോന്നുന്നു കേട്ടോ. അതാണ് ഇതിനകത്ത് നമുക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഓഫ് ഗ്രിഡ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഓൺ ഗ്രിഡിനെ കഴിഞ്ഞും കുറച്ചും കൂടി ബെറ്ററായിട്ട് നമുക്ക് ചെറിയ യൂണിറ്റുകൾ, അതായത് ചെറിയ ആവശ്യങ്ങൾ 1 2 അപ്പം 1 കിലോവാട്ട് 2 കിലോവാട്ട് വരെയൊക്കെ ഉള്ളതാണെങ്കിൽ വേണമെങ്കിൽ ഓഫ് ഗ്രിഡിൽ ചെയ്യുക. അതിന് മുകളിലോട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ ഓൺ ഗ്രിഡിലും ചെയ്യുക. അതാണ് ഇതിനകത്ത് ചെയ്യാവുന്നൊരു കാര്യം.
അപ്പോൾ പിന്നെ ഇതിനകത്ത് ഇപ്പോൾ നിലവിൽ ചിലപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും, കുറച്ച് ആളുകൾ. പിന്നെ അതുപോലെ ഇത് തന്നെ നിങ്ങൾ വാങ്ങിക്കണം നിർബന്ധമാണെങ്കിലും നിങ്ങൾക്ക് ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. അത് നിലവിലുള്ളവർക്കാണെങ്കിലും ഞാൻ കുറച്ച് ടിപ്സുകൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ പാനലുകൾ സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേക രീതിയിൽ അത് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഈ സിസ്റ്റം തന്നെ നമുക്ക് കുറച്ചും കൂടെ ലാഭകരമായിരിക്കും. അപ്പോൾ അതെങ്ങനെ പാനലുകൾ സിസ്റ്റം എങ്ങനെ അത് സെറ്റ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഞാൻ ഉടനെ അടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഒന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പം ഈ പാനലുകൾ, അതായത് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ പാനലുകൾ ഫിറ്റ് ചെയ്യുമ്പോൾ ഏത് ദിക്കിലും ദിശയിലും എങ്ങനെയാണ് സെറ്റ് ചെയ്താണ് ഏറ്റവും ബെറ്ററായിട്ട് നമുക്ക് ഔട്ട്പുട്ടും കാര്യങ്ങളും എടുക്കാനായിട്ട് പറ്റുന്നത്, ഓഫ് ഗ്രിഡിലും ഓൺ ഗ്രിഡിലും എല്ലാം ഉള്ള കാര്യങ്ങൾ വിശദമാക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഉടനെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ ഞാൻ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഞാനീ പറഞ്ഞ വിഷയത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കുള്ളൂ. അപ്പം ഇത് ബെറ്റർ ആണെന്ന് പറഞ്ഞ ആളുകൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മെസ്സേജ് ചെയ്യുക. അപ്പം അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നമ്മൾ വേറൊരു വീഡിയോ വഴി അത് നമ്മൾ ആളുകളെ അറിയിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനകത്ത് പ്ലസ്സായിട്ടോ മൈനസായിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാം മെസ്സേജ് ചെയ്ത് അറിയിക്കുക. അപ്പം നിങ്ങൾക്ക് ഞാൻ ഇട്ടിരിക്കുന്ന മെസ്സേജുകൾക്ക്, അതായത് നിങ്ങളിതിന് മുമ്പ് എനിക്ക് ഇട്ടിരിക്കുന്ന വീഡിയോയ്ക്ക് തന്നിരിക്കുന്ന മെസ്സേജുകൾക്ക് പലതിനും ഞാൻ മറുപടി തരുന്നില്ല എന്നുള്ളൊരു പരാതി പലരും പറയാറുണ്ട്. പക്ഷേ അതെന്ന് വെച്ചാൽ അതിനകത്ത് എല്ലാ വീഡിയോയ്ക്കും എല്ലാത്തിനകത്തും പോയിട്ട് നമ്മൾ മറുപടി തരിക എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ നമ്മുടെ ഫോണിനകത്ത് തന്നെ നമുക്ക് വന്നിരിക്കുന്ന മെസ്സേജ് തന്നെ ഒരു ദിവസം എനിക്ക് ഏകദേശം ഒരു മണിക്കൂർ സമയത്തോളം ആ മെസ്സേജിന് മറുപടി കൊടുക്കാൻ വേണ്ടി തന്നെ ഞാൻ ശരിക്കും വിനിയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫോണിനകത്ത് വാട്സപ്പിനകത്ത് വരുന്ന മെസ്സേജിനും ഇതിനും എല്ലാം കൂടെ മറുപടി കൊടുക്കണമെങ്കിൽ ഒത്തിരി സമയം നമുക്ക് എടുക്കും. മാത്രമല്ല ഈ യൂട്യൂബിനകത്ത് നിങ്ങളിടുന്ന മെസ്സേജുകൾ, എനിക്കിടുന്ന മെസ്സേജുകളെല്ലാം ഞാൻ വായിക്കുന്നുണ്ട്. പക്ഷേ അതിന് മറുപടി ഒറ്റ വാക്കിൽ തന്നാൽ തീരില്ലാത്ത മെസ്സേജുകളാണ് മിക്കവാറും ഉള്ളൊരു ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ഒറ്റ വാക്കിൽ മറുപടി തന്നു തീർക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളതിന് മറുപടി തരാത്തത്. അപ്പം ഇതെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം എല്ലാത്തിനും കൂടിയുള്ള മറുപടിയായിട്ട് നമ്മൾ ഏതെങ്കിലും വീഡിയോയിൽ കൂടെ നമ്മൾ അതിന് മറുപടി തരുന്നതായിരിക്കും കേട്ടോ. അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും അതിനൊന്നും മറുപടി ഒന്നും ഇല്ലയെന്നോ അല്ലെങ്കിൽ മറുപടി തരില്ല എന്ന് നിങ്ങൾ കരുതേണ്ട. എല്ലാ മെസ്സേജുകൾക്കുള്ള മറുപടി കൂട്ടി നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ സംശയങ്ങളും നമ്മൾ മാറ്റുന്നതായിരിക്കും. അതിനകത്തൊരു സംശയം വേണ്ട. പിന്നെ അതേപോലെ തന്നെ ഈ മെസ്സേജ് നിങ്ങൾ ഇടുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്തു, അതിനകത്തൊരു തെറ്റോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളൊരു മെസ്സേജ് ഇടുമ്പോൾ അതൊരു ഗൂഗിളിൽ പോയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അങ്ങനെ ഒരു സംഭവം. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരു മെസ്സേജ് ഞാൻ കാണുകയുണ്ടായി. അത് ഞാൻ അതായത് നമ്മൾ ബാറ്ററിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ലിഥിയം ബാറ്ററിനെ പറ്റി. അപ്പോൾ അതിനകത്ത് ഞാൻ ലിഥിയം പോളിമർ ബാറ്ററി, അതായത് ലിഥിയം അയൺ പോളിമർ ബാറ്ററി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്നും പറഞ്ഞ് ഞാൻ അതിൻ്റെ ഒരു ബാറ്ററി ഞാൻ നിങ്ങളെ കാണിച്ചു തരികയും ചെയ്തു. അപ്പം അതിനകത്തൊരു മെസ്സേജ് ഇട്ടേക്കുന്നത്, ഞാനിപ്പോൾ ഇതിനകത്ത് ആ മെസ്സേജ് ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ ആ മെസ്സേജ് കാണാൻ വേണ്ടി പറ്റും. അതിനകത്ത് ലിഥിയം അയൺ പോളിമർ ബാറ്ററി എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലെന്നും നമ്മൾ പറയുന്നത്, ഞാൻ പറഞ്ഞത് കൂട്ട് മണ്ടത്തരമാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് ഒരാൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവരൊന്നും ഈ ഒന്ന് ജസ്റ്റ് ഇതിനെപ്പറ്റി പഠിക്കുന്നത്, അതായത് നമുക്കറിയത്തില്ലാത്ത കാര്യങ്ങളൊന്നും ഇല്ല എന്ന് നമ്മൾ കണക്ക് കൂട്ടരുത്. നമുക്കല്ലേ അറിയത്തില്ലാത്ത കാര്യങ്ങളും ചിലപ്പോൾ കാണും. അപ്പോൾ നമ്മളതിനെപ്പറ്റി പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇങ്ങനെയുള്ള മെസ്സേജ് ഇടുക. അങ്ങനെ പറയാൻ കാരണം ഇതിപ്പോൾ എല്ലാ ആൾക്കാരും കാണുന്ന, അപ്പം എല്ലാവരും ഞാനൊരു കാര്യം പറഞ്ഞു. അപ്പോൾ എല്ലാ ആൾക്കാരും കാണുന്നിടത്ത് നിങ്ങളൊരു മെസ്സേജ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കിടെയും ധാരണ വരുന്ന അങ്ങനെ ഒരു ബാറ്ററി ഇല്ല, ഞാനിത് വെറുതെ പറഞ്ഞെന്നുള്ള ധാരണയിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ടാണ് അങ്ങനെ മെസ്സേജ് ഇടരുത്. കഴിയുന്നതും നിങ്ങൾ മെസ്സേജ് ഇടുകയാണെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മെസ്സേജ് ഇടുക. വെറുതെ കൊണ്ടുവന്ന് മെസ്സേജ് ഇടരുത്. അപ്പോൾ ഇങ്ങനെയുള്ള ബാറ്ററി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് നെറ്റിനകത്തൊക്കെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ പിന്നെ അത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ശരിക്കും എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി അതിനകത്ത്, അല്ലെങ്കിൽ അതിനകത്ത് വന്നിട്ട് കമൻറ്റ് ചെയ്താൽ മതി. അങ്ങനെയുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പം എല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കുക. കമൻറ്റ് ചെയ്യുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ഒന്ന് ചെയ്യണം. അപ്പം ഇതേപോലെയുള്ള, അതായത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ആളുകളെ ഈ ഓരോ പ്രോഡക്റ്റുകൾ വാങ്ങിക്കുമ്പം ആളുകളെ ശരിക്കും പറ്റിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കമ്പനികളും മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പം അതിൽ നിന്നൊരു മാറ്റം വരുത്തുക, അല്ലെങ്കിൽ കുറച്ചെങ്കിലും അതിനകത്ത് കുറച്ച് ആളുകൾക്കെങ്കിലും കുറച്ച് ഉപകാരമാകട്ടെന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. നമ്മളൊരു പ്രോഡക്റ്റുകൾ, നമ്മളുടെ സോളാർ സിസ്റ്റം നമ്മൾ എല്ലാ സ്ഥലത്തും കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണോ എന്ന് ചിലരെ കൊണ്ട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നുമല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്. കാരണം ഞാൻ ഇഷ്ടംപോലെ മെസ്സേജ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പിലൊക്കെ വന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം തിരുവനന്തപുരത്തുനിന്നും കണ്ണൂരിൽ കാസർഗോഡെന്നും കൊല്ലത്തുനിന്നൊക്കെ ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് നമ്മളോട് ഇങ്ങനെ സിസ്റ്റം കൊണ്ട് ചെയ്ത് കൊടുക്കാമെന്ന് ചോദിച്ചു. പക്ഷേ എല്ലാവരും ഞാൻ പറയും, നിങ്ങളുടെ സ്ഥലത്ത് തന്നെയുള്ള ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ നോക്കി നല്ലൊരാളെ കൊണ്ട്, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അതനുസരിച്ച് ചെയ്തു തരുന്ന ഒരാളെ കൊണ്ട് നിങ്ങൾ തന്നെ ചെയ്യിപ്പിച്ചോളാണ് ഞാൻ ഇവരോടെല്ലാം ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ആ മെസ്സേജ് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. അങ്ങനെ ആണ്. അല്ലാതെ നമ്മളിത് എല്ലാ സ്ഥലങ്ങളിലും വന്ന് സെയിൽ ചെയ്യുക അങ്ങനെ ഒരു സംവിധാനത്തോടുകൂടി അല്ല നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ പലരും എന്നോട് അങ്ങനെയാണോ എന്നോട് ചോദിച്ചതുകൊണ്ടാണ്
അങ്ങനെയല്ല, നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരിക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇപ്പോൾ ഈ സോളാറും ഈ ബാറ്ററി ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ മറ്റുള്ള സംഭവങ്ങളും എല്ലാം ചെയ്യും. അതായത് നമ്മുടെ വിപണിയിലുള്ള എല്ലാ പ്രോഡക്റ്റുകളും കാര്യങ്ങളും ഒക്കെ വിൽക്കുന്ന സമയത്ത് ഒരുപാട് കബളിപ്പിക്കുന്ന പരിപാടികൾ, കസ്റ്റമേഴ്സിനെ ഓരോ തട്ടിപ്പിൽ കൊണ്ടപ്പെടുത്തുന്ന പരിപാടികൾ, ക്വാളിറ്റി ഇല്ല സാധനങ്ങൾ കൊടുക്കുന്ന, അങ്ങനെ ഒത്തിരി പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇഷ്ടംപോലെ അങ്ങനെ കാണുന്നുള്ളതുകൊണ്ടാണ് അതിനൊക്കെ എതിരായിട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് ഒരു ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് വീഡിയോസ് നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ഇടുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ടും ഇതിനകത്തോട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏതൊരു പ്രോഡക്റ്റ് മേടിക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഓരോ തട്ടിപ്പിൽ പെടാനായിട്ട് സാധ്യത കൂടുതലുണ്ട്. കാരണം ഇപ്പം ഈ യൂട്യൂബ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഈ ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള ഓരോ ചാനലുകളുണ്ട്. അതിനകത്ത് എങ്ങനെ നിങ്ങൾക്ക് ഒരു കസ്റ്റമറെ പറ്റിക്കാം, അല്ലെങ്കിൽ ഒരു കസ്റ്റമർക്ക് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എങ്ങനെ അവരെ വെട്ടിപ്പിലൂടെ അവർക്ക് വിറ്റ് നിങ്ങൾക്ക് പണമാക്കി മാറ്റാം എന്നുള്ളതിനെ പറ്റി തന്നെ ക്ലാസ് എടുക്കുന്ന വലിയ ചാനലുകൾ, വളരെയധികം സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ഒരുപാട് ചാനലുകൾ നമുക്ക് ഈ യൂട്യൂബിനകത്ത് നോക്കി കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ വളരെ ശക്തമായ രീതിയിൽ ഈ ആളുകളെ പറ്റിക്കാൻ വേണ്ടി തന്നെയുള്ള ചാനലുകളും അതേപോലെ തന്നെയുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഏത് മേഖല ചെന്നാലും, പ്രത്യേകിച്ച് ഈ സോളാർ മേഖല എന്ന് പറയുമ്പോൾ ആളുകൾക്ക് മറ്റുള്ളതിനെ കഴിഞ്ഞും കൂടുതൽ അറിയത്തില്ലാത്തൊരു മേഖലയായതുകൊണ്ട് ഒരുപാട് തട്ടിപ്പും പെട്ടും ഇതിനകത്ത് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസുകൾ. ഒത്തിരി ആൾക്കാർ സാധനങ്ങൾ മേടിച്ച് പ്രശ്നത്തിൽ പെട്ടേക്കുന്നതും ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ എടുത്തേക്കുന്നതും നമ്മൾ കണ്ട് മടുത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കുറച്ച് വീഡിയോസുകൾ ചെയ്യുന്നത്. ആദ്യം തന്നെ സോളാറും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള വീഡിയോസുകൾ ചെയ്യാനുള്ള മെയിൻ കാരണം ഇത് തന്നെയാണ് കേട്ടോ. അല്ലാതെ നമുക്ക് സെയിലിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല ഞാനിത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഉള്ള എൻ്റെ ഈ വീഡിയോകളിലൊന്നും ഞാൻ എൻ്റെ മൊബൈൽ ഫോണുകളോ എൻ്റെ അഡ്രസ്സ് മൊബൈൽ ഫോൺ അങ്ങനെ സംഭവങ്ങൾ ഉൾപ്പെടുത്താത്തതിൻ്റെ കാരണം വെച്ചാൽ നമുക്ക് ഈ സെയിലിന് വേണ്ടിയിട്ടല്ല ഒന്ന്. രണ്ടാമത് നമുക്ക് ഈ ഒരുപാട് ആളുകൾ നമ്മളെ കോഡ് ചെയ്യുകയും അതേപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് ഇടുകയും ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ കൊടുക്കാവുന്ന സമയത്തിന് പരിധി ശരിക്കും കഴിഞ്ഞു പോയി. അതുകൊണ്ടാണ് ഞാൻ ഈ നമ്പർ ചേർക്കാത്തത് കേട്ടോ ഇതിനകത്ത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഈ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ ആൾക്കാർ ഇതിനകത്തുണ്ട്. അപ്പം ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇനി മുന്നോട്ട് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ചാനൽ കാണുക. അതേപോലെ തന്നെ ലൈക്കും ഷെയറും എല്ലാം ചെയ്ത് നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു നല്ല വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.